ജെൻസി പ്രതിഷേധത്തിന് ശേഷം ജൻ ആൽഫയുടെ പ്രതിഷേധം നമ്മുടെ രാജ്യത്ത് തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ്. കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ ഹാമിർപൂരിൽ നമ്മളിത് കണ്ടു. ഇപ്പോഴിതാ ജാർഖണ്ഡിലാണ് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ജാർഖണ്ഡിലെ ഗർഹ്വാ ജില്ലയിൽ ഒരു ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്രശസ്ത അധ്യാപകന്റെ സ്ഥലം മാറ്റത്തിൽ അസ്വസ്ഥരായ ജൻ ആൽഫ എന്ന വിദ്യാർത്ഥികളുടെ രോഷം അക്രമാസക്തമായി എന്നുള്ളതാണ് ഈ പ്രതിഷേധത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജൻ ആൽഫ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2013 ശേഷം ജനിച്ച കുട്ടികളാണ് ജൻ ആൽഫ എന്ന് പറയുന്നത്. 1997 98 ശേഷം ജനിച്ച ആൾക്കാരെയാണ് ജൻ സി എന്ന് പറയുന്നത്. ഇപ്പോഴിതാ ഈ ജൻ ആൽഫ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം കഴിഞ്ഞ 3 ദിവസമായി സമാധാനപരമായി നടന്നു വരികയായിരുന്നു. പക്ഷേ ഇത് പെട്ടെന്ന് അക്രമാസക്തമായി. പ്രക്ഷോഭകാരികളായിട്ടുള്ള വിദ്യാർത്ഥികൾ റോഡ് ഉപരോധിക്കുകയും കാണ്ടി പോലീസ് സ്റ്റേഷന് നേരെ കല്ലെറിയുകയും ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റിന്റെ കാർ നശിപ്പിക്കുകയും ഇതിലൊരു പോലീസുകാരന്റെ തല അടിച്ചു പൊളിക്കുകയും ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മുഴുവൻ വിഷയവും കണ്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള +2 ഹൈസ്കൂളിനെ കുറിച്ചുള്ളതാണ്. ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പ്രശസ്ത അധ്യാപകനായിട്ടുള്ള മലൈ സിംഗിനെ അടുത്തിടെ മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റിയിരുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുജിയുടെ സ്ഥലം മാറ്റം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സ്കൂളിലെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായി സമരം നടത്തി വരികയായിരുന്നു. ഈ പ്രസ്ഥാനം ക്രമേണ ജില്ലാ ഓഫീസിൽ നിന്ന് കണ്ടി ഡിവിഷൻ ഓഫീസിലേക്ക് വ്യാപിച്ചു. വ്യാഴാഴ്ച വിദ്യാർത്ഥികൾ റോഡ് ഉപരോധിച്ച് പ്രതിഷേധിച്ചപ്പോൾ കാണ്ടി ചാപ്റ്റർ പ്രസിഡന്റ് പിങ്കു പാണ്ഡെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായി എത്തി. ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് സംഭാഷണത്തിനിടെ അന്തരീക്ഷം വലിയ രീതിയിൽ സംഘർഷഭരിതമായി. പ്രസിഡന്റ് കോപാകുലനായ ഒരു വിദ്യാർത്ഥിയെ അടിച്ചുവെന്നും ഈ സംഭവം ജൻ ആൽഫയെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചുവെന്നും അങ്ങനെയാണ് ഇവർ അക്രമത്തിലേക്ക് തിരിഞ്ഞത് എന്നുമാണ് നിലവിൽ ഇത് പറയുന്നത്. പ്രകോപിതരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഡിവിഷൻ പ്രസിഡന്റിന്റെ വാഹനം ആക്രമിക്കുകയും ജീവൻ രക്ഷിക്കാൻ പ്രസിഡന്റ് കാണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിയെത്തുകയും വിദ്യാർത്ഥികൾ ഇയാളെ പിന്തുടർന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും പോലീസ് സ്റ്റേഷന്റെ ഗേറ്റിൽ ശക്തമായി കല്ലെറിയാൻ തുടങ്ങുകയും ചെയ്തു. പെട്ടെന്നുള്ള ആക്രമണത്തിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസുകാരന്റെ തലയിൽ കല്ല് വന്ന് വീണ് തലയോട്ടി പൊട്ടിപ്പോയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തലയിൽ സ്റ്റിച്ചുണ്ട്. പ്രദേശമാകെ നിലവിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. കൂടുതൽ പോലീസ് സേനയെ വിന്യസിക്കുന്നതിനിടയിൽ അധ്യാപകന്റെ സ്ഥലം മാറ്റാൻ റദ്ദാക്കണമെന്നും പ്രസിഡന്റിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുമാണ് വിദ്യാർത്ഥികൾ നിലവിൽ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.